അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണ്. 2-3 കൊല്ലമായി നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് പോയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് വ്ളോഗ് എടുക്കേണ്ട കുറച്ച് പരിമിതികളുണ്ട്. പിന്നെ എല്ലാവരെയും കാണിച്ചു തരാം. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. വണ്ടർലേക്കാണ് നമ്മൾ പോകുന്നത്, വൺ ഡേ ട്രിപ്പായിട്ട്. എല്ലാവരെയും കാണിച്ചു തരാം. ദിസ് ഈസ് സുഫ്വാൻ ആൻഡ് ഹിസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ നമ്മ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ട്രിപ്പ് പോവാണ്. ഭയങ്കര അപ്പോൾ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാൻ പോണ്. വർഷങ്ങൾക്ക് ശേഷം നല്ല വണ്ടർലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത കൂട്ടുകാരാണ് നമ്മൾ റിച്ചു കമ്മ വാ 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 വാ. യെസ് പറഞ്ഞല്ലോ അവിടെ ഒന്നുമില്ല. നമ്മൾ കുറെ നാളായിട്ട് ഞങ്ങൾക്കൊരു കൂട്ടുകാരുണ്ട് സുലു എന്ന് പറഞ്ഞിട്ട്. അവന്റെ ആഗ്രഹത്തിൽ കൂടെ ഇപ്പൊ പോണ്. നമ്മ ആരും ഇങ്ങനെ ഒന്നും സെറ്റ് ചെയ്യില്ല. അവൻ കാരണം ഇപ്പൊ പോണ്. അപ്പൊ എന്ന് വെച്ചാല് നമ്മ പൊളിക്കുന്നു ഒരു ദിവസം. സുലുവിനെ കാണിച്ചു തരാം. ഇറ്റ്സ് ക്യാമറാമാൻ. വളരെ കുറെ നാളായില്ലേ, കുറെ നാളത്തെ പ്രയത്നത്തിന് ശേഷമാണ് നമ്മൾ ആക്ച്വലി ട്രിപ്പ് നടക്കുന്നത് തന്നെ. ഓക്കെ, ഒരാള് കുത്തിച്ചു, പക്ഷെ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ലല്ലേ. ഇല്ല, അത് സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം അവനക്ക് കുത്തിക്കേണ്ട ഒരു അവസരം അല്ലെങ്കിൽ ആവശ്യകത വന്നിരുന്നു. സോ ഇതാണ് നമുക്ക് നമ്മളെ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കിയുള്ളത് മൃത്താസായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. ഇൻട്രസ്റ്റിംഗ് സാധനം വരുന്നുണ്ട് കേട്ടോ. അത് പറ. നമ്മളുടെ ഒരു ടിക്കറ്റ് ബാക്കിയുണ്ട്. അത് ഒരുത്തൻ കുത്തിച്ചതാണ്. നമ്മൾ 5 ടിക്കറ്റ് എടുത്ത്. 5 ടിക്കറ്റിൽ ഒരുത്തൻ ചില സാങ്കേതിക കാരണങ്ങളാൽ പറ്റിച്ചോണ്ട് ആ ടിക്കറ്റ് ഇവനാണ് വണ്ടർലേ പോയിട്ട് ബ്ലാക്കിന് വിൽക്കാൻ പോണത്. ബ്ലാക്കിന് അടി. ഇപ്പൊ കാറും പെട്രോളൊക്കെ സ്പോൺസർ ചെയ്തേക്കുന്നത് സുഫാണ്. ഇവനിപ്പോ ഗൾഫിൽ നിന്നുകൊണ്ട് ഫുൾ സ്പോൺസർഷിപ്പ് ഞങ്ങളെ സുഫാണ്. പെട്രോള് ടിക്കറ്റിന്റെ പൈസ വേണ്ടെന്നാണ് പറഞ്ഞേക്കണേ. എല്ലാം നമ്മളെ അപ്പൊ ഇന്നത്തെ പ്ലാന് നമ്മൾ വണ്ടർലേ പോകുന്നു. അവിടെ എല്ലാ റൈഡും കയറി. ഞാൻ കയറൂല, എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ കയറൂല. പിന്നെ ഇവന്മാരൊക്കെ കയറൊക്കെ എൻജോയ് ചെയ്യും. ഞാൻ കയറൂല. അതൊക്കെ കഴിഞ്ഞ് നമ്മള് മന്തി കഴിക്കും. അപ്പൊ അവിടെ പോയിട്ടുള്ള പരിപാടിയൊക്കെ കാണിച്ചു തരാം. എല്ലാ പരിപാടിയും കാണിച്ചു തരാം. അപ്പൊ പോകുന്ന കാർ ഇതാണ്. യുനോ ദിസ് ഈസ് സഫൂസ് കാർ ബ്രോ. നമ്മളെ എന്താ പറയാ. അപ്പോൾ പരിപാടിയൊക്കെ ഓണാക്കാൻ വേണ്ടി നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂറുണ്ട് കാക്കനാടുക്ക്. അപ്പോൾ നമ്മളെ സ്ഥലം നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. ആരാധകരൊക്കെ വന്ന് ഇനി പ്രശ്നം ഉണ്ടാന്ന് വിചാരിച്ച് ഇല്ല, സ്ഥലം റിവീൽ ചെയ്തിട്ടില്ല. അതല്ല നമ്മളെവിടെ താമസിക്കണേന്ന് അതായിരിക്കും അറിയില്ല. പ്രശ്നം അത്. സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. എന്തേലൊക്കെ പറ. എടാ, നമ്മ താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ചാല് ഇന്റർനാഷണൽ ബാക്കിയില്ല അത്ര. ഏതവൻ ഒരു കളി. പക്ഷെ ഇപ്പൊ മരൊന്നും ഭയങ്കര ഒന്ന് കൃത്യനിഷ്ഠുള്ളതില്ല. ഞാൻ 8 മണിക്ക് വരാൻ പറഞ്ഞപ്പോ 8 മണിക്ക് വന്നു. ഈ സോഫാണ് 8 മണിക്ക് ഇറങ്ങിയിട്ട് എവിടെയൊക്കെ. എടാ, നമ്മളോട് 8 മണിക്ക് പറഞ്ഞാൽ നമ്മൾ 9 മണിക്ക് ഇറങ്ങി. 8 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10 ബീഫൊക്കെ കഴിച്ചിട്ട് 8 മണിക്ക് പറഞ്ഞേ. എന്നിട്ട് നമ്മളിപ്പോ കറക്റ്റ് ഷാർപ്പ് 9 o'clock. ഇനി നമ്മളവിടെ എത്തുമ്പോ ഒരു 10:30 ആവില്ലേ? 10:30 ആവും. 10:30 കയറി കഴിഞ്ഞാൽ ഫുൾ അവിടെ ഉള്ളിൽ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുമോ? പറ്റാണെങ്കിൽ എന്തായാലും ചെയ്യും. പരിപാടി പിടിക്കും. പക്ഷെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് പോയത് കൊടൈക്കനാലല്ലേ? അല്ല, പൂണ്ടിയിലാണ് പോയത്. അത് കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്ന് 2-3 കൊല്ലത്തിന് ശേഷമാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തൊയ്യ് വന്നപ്പോൾ ഞങ്ങളെ തൊയ്യ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. തൊയ്യ് കാല് പിടിച്ച് പറഞ്ഞതാണ് ട്രിപ്പ് പാടാന്ന്. പക്ഷെ അത് ഐസൂലൊക്കെ കുത്തിച്ചതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എടാ, അത് എന്താണ് എന്നിട്ട് ആ ചെക്കൻ ഒറ്റക്ക് ട്രിപ്പ് പോയിട്ട് അതൊക്കെ വേറെ കഥ. ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വണ്ടി അടിച്ചാകെ അപ്പൊ നീ ഇങ്ങോട്ട് ഇരിക്കുക. അപ്പൊ ഫ്രെയിമിൽ കാണും ഒരുമിച്ച്. അല്ല, കുറച്ച് പക്ഷെ എന്നേക്കാൾ ആഗ്രഹം വ്ളോഗ് എടുക്കാൻ സുഫൂനാണ്. അതൊക്കെ ഒരു പണ്ടത്തെ ഒരു കാലായിരുന്നു. ഇൻഷാല്ലാ ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതേതാ പേര് സുഫോ? എടാ, ഞാൻ പറഞ്ഞുതരാം. സുഫുവിന് ആദ്യം ഒരു പേജ് ഉണ്ടായിരുന്നു, ഓൾ അണ്ടർ വൺ എന്ന് പറഞ്ഞിട്ട്, എല്ലാവന്റെ കാൽ കീഴിൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് എല്ലാവരും കൊടക്കീഴിൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിപ്പോ അവന് ബഹിഷ്കരിച്ചിട്ട് പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി സുഫു ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. സുഫു പറ.
ഗായ്സ് അത് നമ്മളുടെ അതിന്റെ പണിപ്പുരയിലാണ്. ഫുള്ള് റിവീൽ ചെയ്യാനായിട്ടില്ല. പേരിലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഓൾമോസ്റ്റ് അറൗണ്ട് സെറ്റാണ്. അതാണ്. അപ്പോ നമ്മ റിവീൽ ചെയ്യാം. ഓക്കെ. പക്ഷെ ഈ റിവീൽ ചെയ്യാനും മാത്രം പേരൊന്നുമില്ല. പക്ഷെ ഓൾറൗണ്ടർ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു. സുലുവിനെ അത് ഇഷ്ടപ്പെട്ടു. സുലു എനിക്ക് എന്ത് ഓൾറൗണ്ടർ വൺ തന്നെയാണ് എവർ ഗ്രീൻ ആയിട്ട് വരുന്നത്. പിന്നെ പുതിയത് ഞാൻ എൻ്റെ ഒരു അറിവിൽ സാഫേഴ്സ് എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലേ? അതെ, നമ്മളൊരു അടിപൊളി പേജൊക്കെ തുടങ്ങി നമ്മളുടെ നല്ല ലോഗോവും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ആയി ഇറക്കാൻ പോകും. ഓക്കെ, ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ട് തുടങ്ങാനാണ് സഫുന്റെ. കാരണം സഫ് എപ്പോഴും ദുബായ് ട്രെൻഡ് പിടിക്കുന്ന ഒരാളും കൂടിയാണ്. ഓക്കെ, അപ്പൊ ദുബായ് ട്രെൻഡ് പിടിക്കുന്നതോടുകൂടി ഒരു ഇന്റർനാഷണൽ പെട്രോൾ അടിക്കുന്നില്ലേ? ഇവന് ഇഷ്ടപ്പെട്ട കുറച്ച് പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ നിന്ന് ഇവൻ പെട്രോൾ അടിക്കും. ഭാരത് പമ്പാണ് എന്റെ അറിവില്. ഇവന് പെട്രോൾ അടിക്കുന്ന എമൗണ്ട് ഞാൻ കാണിച്ചു. പെട്രോൾ പമ്പിൽ പോയിട്ട് ഇവരെ ഡിസ്കൗണ്ട് വയ്ക്കുന്ന മുതലാണ് ഇവൻ. അപ്പൊ ഇവന് 10, 1010, 2010 ക്യാഷ് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ട് നമുക്ക്. എന്താ പറഞ്ഞ പക്ഷെ ഇവര് ദുബായ് ട്രെൻഡ്, ഇവൻ ദുബായിന്ന് വന്നിട്ട് പെരുന്നാളിന് വേണ്ടി സർപ്രൈസ് ആയിട്ട് വന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആരും സർപ്രൈസ് ആയിന്ന്. എല്ലാവരും സർപ്രൈസ് ആയി. ഉമ്മർക്ക് സ്വന്തം വാപ്പുവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ഒരു ഖേദപ്രകടനം മാത്രമേ ഉള്ളൂ. പക്ഷെ ദുബായ് ട്രെൻഡ് കാണാം. അതായത് കുടുക്കൊക്കെ വെച്ച ഷർട്ട് ഞാൻ ആ ഫോട്ടോ ഇതിൽ കൊടുക്കാം, എന്നിട്ട് ഞാനത് കാണിച്ചു തരാം. പാന്റ് ഉണ്ട്, ഒരു വെള്ള പാന്റിൽ പൂക്കളൊക്കെ ഇട്ടിട്ട്. അടിക്കൂടെ അടിച്ചാൽ വഴിയമ്പലത്തെ അടിക്കൂടെ അടിച്ചാലേ കിട്ടും. അയ്യോ, അടിക്കൂടെ ഇറക്കണ്ട പറയുന്ന എടുത്തു. ഇത് കാളമുറി 3 കോടിയിൽ ഇറങ്ങും. 3 കോടിയിലല്ല, ഇല്ലടാ, കിട്ടും പറയണേക്ക്. ട്രസ്റ്റ് മീ ഗൈസ്. ഇങ്ങനല്ല കേട്ടേണ്ടത്, ഇങ്ങനല്ല സുഫു. അപ്പുറത്ത് കൂടെയാണ് കേട്ടേണ്ടത്. അപ്പൊ സുഫു 1 വേ കൂടെ എടുത്തോണ്ടിരിക്കണ്ടോ? വെറുതെ അല്ല, ഇവര് എന്റെ മറ്റേ കണ്ടന്റിനെ കുറിച്ച് സുഫ് എന്തോ പറയുന്നുണ്ട്. കണ്ടന്റ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും നാച്ചുറൽ ആയിരിക്കണം. ഇന്ന് ചിലര് പറയും, പക്ഷെ ഇടയ്ക്കൊക്കെ കുറച്ച് അൺനാച്ചുറൽ ആവാം. ക്യാമറ ഓൺ ആക്കി പലതുമാണ് പറയണേ. അങ്ങനെ പറയാം, 2 വാക്കുകൾ ഉപയോഗിക്കാലോ. പക്ഷെ ഞാൻ അങ്ങനല്ല. ഞാൻ ആദ്യം എങ്ങനെയാണ് എടുത്തത്, പക്ഷെ ഇപ്പൊ സംസാരിക്കണ ഭാഷ ഭയങ്കര ആവേശം അറിയാലോ എല്ലാവർക്കും. ആവേശം പടത്തിന് പോയിട്ട് മുർത്താസിനെ ഒന്ന് കോൾ ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പൊന്നു മോനെ, അത് ഭാഷ എനിക്ക് പെട്ടെന്ന് മാറണം. ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങനല്ല ശരിക്കും സംസാരിക്കും. പക്ഷെ ഒരു ഇതിന്റെ അല്ല, അത് ഈ പാലം കയറാൻ പറ്റില്ല. ഇനിയിപ്പോ അവിടെ നിന്ന് കയറണം. അപ്പൊ സുഫനോട് പറഞ്ഞത് എന്റെ സംസാര ശൈലി മാറ്റരുത് എന്നാണ്. ഇപ്പൊ അങ്ങനൊന്നുമില്ല, അധികം ഓവറാണ്ടിരിക്കുക. നാച്ചുറൽ തന്നെ വേണമെന്നില്ല. പുതിയ വേർഡ്. ഇപ്പൊ ഇനിയിപ്പോ പെട്രോൾ അടിക്കും. പെട്രോൾ സുഫുവിന്റെ സ്പോൺസറാണ്. ഇല്ലടാ 1500 ഒന്നും ഇല്ല. കൊച്ചിക്ക് പോവാൻ 1500 വേണ്ട സുഫു. എന്താണെന്ന് ഓട്ടോമാറ്റിക് ഫ്രോൺസ് തന്നെയാണ് പ്രൊനൗൺസ്. FRON. ഒരു 50 കിലോമീറ്റർ ഉണ്ട്. 50 കിലോമീറ്ററിന് 1500 അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 50 അല്ല, അതിൽ കൂടുതലുണ്ട്. എന്റെ ഒരു അറിവില് ഒരു 60 കിലോമീറ്റർ ഉണ്ടോ. നമ്മളെ ഓടിക്കലൊക്കെ അറിയാലോ. ആ ടൈമില് മൈലേജ് കത്തിച്ച് പോകാനാണ് 1500 പെട്രോൾ. പിന്നെ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് ആണ് വണ്ടി. മൈലേജ് പറയും മീറ്ററിൽ നോക്കൂ. ആവറേജ് മൈലേജ് 10 കിലോമീറ്റർ ആണ് വണ്ടിയിൽ കാണിക്കുന്നത്. സോ നമ്മള് 1500 ഫിക്സ്. 1520 ഇപ്പൊ വരുന്ന അത് പ്രത്യേകത 1520 ഇങ്ങനെയൊക്കെ അടിക്കും സോഫു. നമ്മളെ പണ്ടത്തെ മുതലൊരു ഡൗട്ടാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചെന്നുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം വെച്ചാല് ഞങ്ങള് വണ്ടറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പക്ഷെ ഒരു തന്നെ ട്രൗസർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടാമത് മാറ്റാൻ വേണ്ടി തിരിച്ചു വിട്ടിട്ട് റിച്ചു വാ റിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ഇനി കയറാൻ വേണ്ടി പോണ്. പക്ഷെ ഫോൺ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ
ട്രൗസർ വാങ്ങിച്ച് അതിന്റെ കൂടെ വന്നിട്ട് ഇട്ടിട്ട് പിന്നെ മാറ്റാൻ പോയിക്കണത്. എന്തോരം ബുദ്ധിന്റെ പാൾ തിരിച്ചു വാങ്ങും. അപ്പോ ആ കാറ് ഇനി അവനവിടെ നിർത്തിയിട്ടുണ്ട് ട്രൗസറൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചെരുപ്പിടാത്തോണ്ട് ഭയങ്കര ചൂടുണ്ട്, നല്ല വെയിലടിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിലത്തെ വിഷ്വൽസ് എനിക്ക് കാണിക്കാൻ പറ്റുമോ അറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് വണ്ടറിലേക്ക് അറിയാൻ വേണ്ടിയിട്ട്. റിച്ച് ചെക്ക് ഫുൾ ടൈം ഫോണിലാണ്. അതെനിക്ക് പറയാൻ പറ്റൂല ഇവിടെ എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ നമ്മളതിൽ 5 ടിക്കറ്റ് ഉണ്ടായിരുന്നു. സുലുവിൻ്റെ ഒരു നേതൃത്വത്തിൽ നമ്മൾ ആ ഒരു ടിക്കറ്റ് വിറ്റ്. പക്ഷെ ആ പൈസ നമുക്ക് കിട്ടുകയും ചെയ്ത്. സോഫ ആണെങ്കിൽ കടയത്തെ ആളെ പറ്റിച്ചിട്ട് ഒരു ട്രൗസർ ആവശ്യമുണ്ടെന്ന് അപ്പൊ 20 രൂപ കയറ്റി പറഞ്ഞു. ഞാൻ 10 രൂപ എടുത്തപ്പോ ട്രൗസർ എടുത്തു അത്. പക്ഷെ ഇനിയിപ്പോ ഉള്ളിൽ കയറുമ്പോ ഫോൺ കൊണ്ടുപോകുന്ന ടാസ്ക് അല്ലേ. പക്ഷെ ഈ കവർ മേടിച്ച്, പക്ഷെ ഈ മൈക്കിന്റെ സാധനം ഇവിടെ കഥ ഇവിടെ ഒക്കെ എടുക്കും. ഇനി പുറത്തിറങ്ങിയിട്ടുള്ള പരിപാടിയൊക്കെ അതെ പൊളിക്കാം നമുക്ക്. അപ്പൊ ലെറ്റ്സ് എൻജോയ് ഗായ്സ്. അപ്പോ ബൈ. നമ്മള് 3D ആണ്. 3D ബെസ്റ്റ് എക്സ്പീരിയൻസ്. വഞ്ചിയിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും പേടിയാണ്. ഞാൻ കേറില്ല, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ കേറില്ല. ഇപ്പൊ മരം ഓരോന്നും പറഞ്ഞതിനെ പറ്റിച്ച് വേറെ ഇതിലൊക്കെ കയറ്റി. പക്ഷെ ഇതിൽ ഞാൻ കേറില്ല. അപ്പൊ നമുക്ക് കയറാൻ പോകണം. ഇതേതാ റൈഡിന്റെ പേര്? 60 കേറൂല, 1 ഞാൻ കേറില്ല. എനിക്ക് പൈസ കുറവായാലും കുഴപ്പമില്ല, ഞാൻ കേറൂല. എനിക്ക് ആ മന്തി വേണ്ട, ഞാൻ ഒറ്റക്ക് മേടിച്ചിട്ടില്ല. ഞാൻ ശരിക്കും മറ്റേതിൽ കയറിയിട്ട് പേടിച്ച് ഇങ്ങനെ തല കുത്തൂല. പക്ഷെ എനിക്കറിയാം ഞാൻ ഒറ്റ ഡയറക്ഷൻ നിൽക്കാൻ നോക്കിയത്. ആ ഇതുപോലെ നോക്കി ഞാൻ ഇത് പേടിക്കില്ലാന്ന് വിചാരിച്ചു. വഞ്ചിയുടെ എന്നിട്ട് ഇയാളുടെ ആ ഒച്ചെടുക്കണ എന്തിനു വെച്ചപ്പോ ഇയാൾ ഒരു വൈബ് അടിക്കാനാണ്. പച്ചെടുക്കും. പക്ഷെ ഇനി ഞാൻ ആകിന്റെ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങും. ഇത് നോക്കിയിട്ട് പക്ഷെ ഇതിലിങ്ങനെ ജമ്പ് ചെയ്യണം. അവന്മാരെ കയറാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താവത് കാണിച്ചു തരാം. എടാ നേരത്തെ ഒരു കുട്ടി ഇങ്ങനെ പറക്കണുണ്ടായിരുന്നല്ല. ഇതൊക്കെ പേടിച്ച് സെറ്റായിട്ടുണ്ട്. ഇയാള് കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിലൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇപ്പൊ വരും അവന്മാര് വരും, അപ്പൊ കാണിച്ചു തരാൻ അവന്മാരെന്താ പറയണേ. കണ്ട് ഞാൻ കണ്ട് വീഡിയോയിലുണ്ട്. ഇവന്മാര് അടുത്ത കയറാൻ പോകുന്നത് ഇതല്ലേ? കയറാൻ പോണ്ടാ? കയറാൻ പോണ്ടാ? സൊഫുവിനൊക്കെ വീഡിയോ കൊറേ ഉണ്ട്. പേടിച്ച് അപ്പിടുന്നത്. പക്ഷെ ഞാൻ ഒന്നിനും പേടിച്ചില്ല. കണ്ണടച്ചിരിക്കുന്നോണ്ടാണ്.
എങ്ങനെ വൃത്താസ് എക്സ്പീരിയൻസ്? This is the best experience I ever seen in my whole life. So, അടിപൊളി. വേറൊരു സാധനം ഉണ്ടായിരുന്നു, ഇങ്ങനെ നീല സാധനത്തിൽ ഇങ്ങനെ ഒരു ആറ്റ പോകും. എന്റെ മോനെ, അത് ജീവൻ പോയി. സൊഫൊക്കെ എന്നെ ആലോചിച്ചില്ലേ സൊഫോ? അതെ അതെ, എന്റെ മോനെ ഫസ്റ്റ് ഇംപ്രഷൻ പോയി, രക്ഷയുണ്ടായില്ല. വണ്ടർലേന്നൊക്കെ ഇറങ്ങി, പക്ഷെ കുറെ നമ്മളെ മന്തിക്കാൻ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റില്ല. ഭയങ്കര ക്ഷീണം, എല്ലാവർക്കും ഒരുത്ത കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഏതൊക്കെ റൈഡിൽ കയറരുതെന്ന് വിചാരിച്ചു, ആ റൈഡിലൊക്കെ ഇവന്മാരെന്നെ കയറ്റി. പക്ഷേ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു. കുറച്ച് പേടിയുണ്ടെങ്കിലും അടിപൊളിയായിട്ട് തീർത്തു പരിപാടി. ഇപ്പൊ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോകണം. എല്ലാവരും എക്സ്പീരിയൻസ് കാണിച്ചു തരാം. സുലു യെസ്, സുലുന്റെ ക്യാമറ അങ്ങോട്ട് പോകും. പറ സുലു, എക്സ്പീരിയൻസ് ഇപ്പൊ എന്താ, നല്ല എക്സ്പീരിയൻസ് തന്നെ. ഏതാണ് ബെസ്റ്റ് റൈഡ്? ബെസ്റ്റ് റൈഡ് എനിക്ക് മറ്റേ വെള്ളത്തിന്റെ ഓ അടിപൊളി സാധനല്ലേ, ലൂപ്പ് ഡ്രോപ്പോ അങ്ങനെ എന്തോ ഒരു കൈൻഡ് ഓഫ് സാധനം നടന്നത്. എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. അത് ടോപ്പായിരുന്നു. 1 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്തില്ലേ? 10 സെക്കൻഡിൽ തീർന്നു. 10 സെക്കൻഡിൽ തീർന്നെങ്കിൽ തീർന്നു. അത് മാത്രമാണ്. ബാക്കിയുള്ളൊക്കെ ഞാൻ നോർമലി കേറിയിട്ടുണ്ട് മുന്നേ. ഐ മീൻ ലാസ്റ്റ് ഇയറിൽ പോയപ്പോ കേറിയിട്ടുണ്ട്. ഭയങ്കര ടയേർഡായി, നല്ല ടയേർഡാണ്. എല്ലാത്തിലും കേറി. അങ്ങനെ അപ്പം ഇത് ആദ്യത്തെ വ്ളോഗാണ്. ഇതിന് ശേഷം കുറെ വ്ളോഗൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പക്ഷെ ഞാൻ ഇത്ര റൈഡിലൊന്നും കയറുമെന്ന് വിചാരിച്ചു. അത് ഫസ്റ്റത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ കണ്ണ് തുറന്ന് ഫസ്റ്റ്, പക്ഷെ ലാസ്റ്റ് കണ്ണടച്ചു. റിച്ചിന്റെ എക്സ്പീരിയൻസ് അവൻ ഷെയർ ചെയ്യുന്നതാണ്. സോ എന്നുവെച്ചാലേ 1 ഡേ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ സെറ്റ് ചെയ്യാണ്ടെങ്കിൽ എറണാകുളത്തേക്ക് വണ്ടറിലേക്ക് പോകും. ഇൻഫർമേഷൻ നൈസാണ്. പിള്ളേരായിട്ട് പോണണ്ടാ, പിള്ളേരായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നൈസാണ്. എല്ലാ റൈഡിലും കയറുകയും ചെയ്തു. എല്ലാ റൈഡിലും കയറണ്ട. പേടിച്ചിന് മൃത്താസ് കുറച്ച് അവനക്ക് ഹൈറ്റ് പേടിയുള്ള, ഹൈറ്റ് ഒന്നും പേടില്ല. ഞങ്ങൾ എന്തായാലും കയറണം. നൈസാണ്. സെഫിന്റെ കൂടെ ഒരു സുൽത്താൻ കയറി. എല്ലാത്തിലും ഈ സുൽത്താൻ എന്ന് പറഞ്ഞ ഒരു ശാന്തി കൊണ്ടുപോയി ഒരു വാട്ടറിന്റെ സാധനം. അതിന് നേരത്തെ അവൻ പറഞ്ഞു കിട്ടില്ല പറഞ്ഞു. വണ്ടറിലേക്ക് ഒരു കാരണവശാലും ഞാൻ പോവില്ല, ഞാനില്ല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇനി ഞാൻ കാരണം ഇവന്മാർക്ക് പേടാവണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഓക്കെ എന്നാ പോവാം എന്നുള്ള രീതിയിൽ പോയത്. പക്ഷെ ആദ്യം തന്നെ ഒരു വഞ്ചി പോലെ തല കുത്തി നിൽക്കുന്ന ഒരു സ്ഥലത്ത് കയറി. അതിൽ നിന്ന് എനിക്ക് പേടി പോയൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവന്മാര് മറ്റേ റോളർ കോസ്റ്റിലൊക്കെ കയറി. ഷൂ എന്നൊക്കെ ഞാൻ കയറില്ല. സുലു 3 പ്രാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറാണ്ടിരുന്നത്. പക്ഷെ ഞാൻ കുറെ റൈഡ് സ്കിപ്പ് അടിച്ച്. ശിവന്മാരൊക്കെ എല്ലാത്തിലും കയറി. സൂഫൂസിനൊക്കെ എന്ത് ധൈര്യമാണ് പണ്ടാരം. ഇവന്മാര് കയറി. ഇനിയിപ്പോ നേരെ വീട്ടിൽ പോകുന്നതിന് അടുത്ത ട്രിപ്പ് പരിപാടിയൊക്കെ എനിക്ക് എന്താണെന്ന് അറിയില്ല. സുറിച്ചിനെന്തോ പറയാനുണ്ട്. പിന്നെ ഗൈസ് അവിടെ ഒരു 360 എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈഡും കൂടെ ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കണം. കിളി പോയില്ലെങ്കിൽ നമുക്ക് കാണാം. അത് 360 ഇവന്മാര് പറയണത് ഇങ്ങനെ കുറങ്ങി ഇങ്ങനെ നമ്മൾ എറിയണ പോലെ ഫീൽ ചെയ്യും. ഞാനത് പുറത്തുനിന്നുണ്ട്, അതിനുള്ള വിഷ്വൽസ് ഒക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ കൊടുക്കും. സൊഫ ഉറങ്ങാണല്ലോ, കുറച്ചും കൂടി അടിപൊളി സാധനമൊക്കെ സൊഫിന്റെ കിട്ടിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലബ് ഷവായ പോയിട്ട് മന്തി കഴിച്ചു, ടർക്കി ഷവായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച്. പക്ഷെ ഞാൻ എൻ്റെ സ്ലാങ് ഇങ്ങനെ അല്ല. ഇത് സംസാരിക്കുമ്പോൾ വേറൊരു രീതിയിൽ സ്ലാങ് പോകുന്നുണ്ട്. അത് സംസാരിച്ച് ശരിയാവുന്നതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യണാരാണ് ക്യാമറയ്ക്ക് നോക്കാതെ. അടുത്ത വ്ളോഗ് എടുക്കാൻ ഞാൻ വേണ്ടേ. അപ്പോൾ അങ്ങനെയാണ്. ഇനി മറ്റന്നാൾ ഞാൻ കൊച്ചിക്ക് റിട്ടേൺ പോകും. അതൊക്കെയാണ് പരിപാടി. ഇനി നാളെ നമ്മൾ പുറത്തിറങ്ങൂലേ? ഉറപ്പായും നാളെ ഞങ്ങൾ ഇറങ്ങും. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് കുറെ കുറ്റങ്ങളുള്ള വ്ളോഗായിരിക്കും. അതായത് പല സ്ഥലത്ത് കട്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഫസ്റ്റത്തെയാണ്, തുടക്കാണ്. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അതെന്തായാലും പോസ്റ്റ് ചെയ്യും. കാരണം ഇതിൽ നിന്നുള്ള നമ്മൾ തെറ്റ് കണ്ടിട്ട് അടുത്തേൽ മാറ്റാൻ നോക്കുന്നത്. അപ്പോ അങ്ങനെ. പക്ഷെ ഇവന്മാരൊക്കെ ഞാൻ ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചില്ല. വ്ളോഗ് എടുത്ത് നല്ല ഊക്കിട്ടെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇവന്മാര് കട്ടക്ക് നിന്ന്. അപ്പൊ അങ്ങനെ ഇനിയുണ്ട് കേട്ടോ. തൊയ്യീബിനെ മിസ് ചെയ്യുന്നുണ്ട്. തൊയ്യീബുണ്ട്, എന്തായാലും കാണും. ജാസിം വരേണ്ടതാണ്. കുറച്ച് ഫാമിലി പരിപാടി ആയതുകൊണ്ട് അവനക്ക് സ്കിപ്പ് അടിക്കണ്ടെന്ന്. പക്ഷെ ലാസ്റ്റ് മിനിറ്റിലാണ് അവൻ അടിച്ചത്. പക്ഷെ ഞങ്ങൾ ആ പൈസ തിരിച്ചു പിടിച്ചു. അയ്യോ അത് നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. 1500 രൂപ ഞങ്ങൾ ഓൾറെഡി ഒരു ടിക്കറ്റ് എടുത്ത് മുമ്പ് എന്തുകൊണ്ട് പോയത്. അന്നത്തിന് ശേഷം കുറെ പ്രാവശ്യം പ്ലാൻ ചെയ്തെങ്കിലും അതൊന്നും നടന്നില്ല. അപ്പൊ ഇതൊരു നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ ഇനി
നല്ല നല്ല പരിപാടികളായിട്ട് വ്ളോഗ് എടുത്ത് എങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയൊക്കെ പിടിച്ച് വരും. സോ അപ്പൊ ഇനി അടുത്തൊരു പരിപാടിയിൽ കാണാം. അടുത്ത പരിപാടി കുറച്ചും കൂടിയും കട്ടൊന്നും ഇല്ലാണ്ട് ഫുൾ ലെങ്ത്തിൽ എടുക്കാനുള്ള പ്ലാനാണ്. അടുത്തൊരു പരിപാടി വരട്ടെ, അപ്പൊ അത് വരും. അപ്പോ സോ താങ്ക് യു. ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കണ്ടെങ്കിൽ താങ്ക് യു. സോ ബൈ.